20-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. 19-ാം വാക്യത്തിൻ്റെ അവസാന ഒരു വാക്യം കൂടി കൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, എൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കണമേ. കഴിവുകാരായിട്ടുള്ള മക്കളെ വാഴ്ത്തണമേ, കൃപയിൽ പൊതിയണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ധ്യാനിച്ചത് നല്ല അയൽക്കാരൻ ആർ. ഒരു ന്യായശാസ്ത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് ആദ്യം ചോദിച്ച ചോദ്യം, ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണം? അതിൻ്റെ മറുപടി യേശു പറഞ്ഞ ശേഷം ആ വന്ന ആൾ ചോദിച്ചു, എൻ്റെ അയൽക്കാരൻ ആർ? അതിൻ്റെ ഉത്തരമായി യേശു ഒരു കഥ പറഞ്ഞു. ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കഥയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യേശു പറഞ്ഞത്. അത് നല്ല ശമരിയക്കാരൻ്റെ കഥയാണ്. ഗുഡ് സമരിറ്റൻ എന്നറിയപ്പെടുന്ന കഥയാണ്. ആ കാലഘട്ടത്തിൽ ആ കഥ യേശു പറഞ്ഞപ്പോൾ അതന്ന് സാർവത്രികമായി നടക്കുന്നൊരു കഥയല്ല. അന്നത്തെ കാലത്ത് റെയർ കേസായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ്. ഇന്ന് ദൈനംദിന ജീവിതത്തിൽ ഓരോ മണിക്കൂറിലും അതുപോലെയുള്ള സംഭവങ്ങൾ സമൂഹത്തിൽ നടക്കുകയാണ്. അപ്പോൾ യേശു ചോദിച്ചു, ആരാണ് അയൽക്കാരൻ, നല്ല അയൽക്കാരൻ? അപ്പോൾ അവരോട് ലഭിച്ച മറുപടി എന്താണ്? ആ മനുഷ്യനോട്, അർത്ഥപ്രാണനായി കിടന്ന മനുഷ്യനോട് കരുണ കാണിച്ചവൻ എന്ന് മറുപടി പറഞ്ഞു. ദൈവരാജ്യത്തിൻ്റെ പ്രസക്തമായ ചില സംഗതികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതായിട്ടുള്ള ഒരു ഭാഗമായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്. ഇന്ന് സഭ പഠിപ്പിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നാം നിലനിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും നിലനിൽപ്പിന് അനിവാര്യമായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങളെക്കുറിച്ച് ആണ് ഇന്ന് സഭ പഠിപ്പിക്കുന്നത്. ഇന്നൊന്ന് രണ്ടും പാഠഭാഗവും ലേഖനഭാഗവും ശ്രദ്ധിച്ചാൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതായിട്ടുള്ള ഭാഗമാണ് എഴുതിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് സൃഷ്ടിക്കുവാൻ ശക്തിയുള്ള ദൈവത്തിൻ്റെ ആത്മാവാണ്. ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആദ്യ 1 നൂറ്റാണ്ടിൽ ഒരു വലിയ ഒരു കാര്യസ്ഥനായി പരിശുദ്ധാത്മാവിനെ കാണുകയാണ്. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും നിങ്ങളെ ബോധ്യം വരുത്തും എന്നുള്ള ഭാഗം നമ്മൾ ചിന്തിക്കുകയാണ്. അവൻ, ഹി എന്നുള്ളൊരു പദമാണ്, കാര്യസ്ഥൻ എന്നുള്ള ഒരു പദമാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മനുഷ്യൻ്റെ മേൽ യഹോവയായ ദൈവം നൽകി. ആ പരിശുദ്ധാത്മാവിനെ, ആ ശ്വാസത്തെ, ആ കാറ്റിനെ, ആ റൂഹായെ തിരിച്ചു കൊടുക്കുമ്പോഴാണ് മരണം എന്ന ഓമന പേരിൽ വിളിക്കുന്നത്. അതുകൊണ്ട് ജീവനെ നൽകുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ ആത്മാവ്, ആ ആത്മാവിനെ തിരിച്ചെടുക്കുന്നത് എപ്പോഴാണെന്ന് നമുക്കാർക്കും പറയുവാൻ സാധ്യമല്ല. ഇന്ന് ലോകത്തിലെല്ലായിടത്തും ചെറിയ ശതമാനം ആളുകൾ അവരുടെ സ്വയം ജീവിതം എങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് ഈ ലോകത്തിലെ നരകതുല്യമായ ജീവിതത്തിൽ നിന്ന് ഒരു വിമോചനം എങ്ങനെ ലഭിക്കുമെന്ന് വിചാരിച്ച് സർക്കാരിനോടും കോടതിയോടും അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ ശതമാനം ആളുകളുണ്ട്. അതിനെ യൂത്തനേഷ്യ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. മേഴ്സി കില്ലിങ്, ദയാവധം എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. നൂറുകണക്കിന് ആളുകൾ ഇനിയൊരു പുനർജീവനം ഇല്ല എന്ന് മനസ്സിലാക്കി കിടക്കയിൽ തന്നെ വർഷങ്ങളായി നരകതുല്യമായ ജീവിതം നയിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് സ്വയം വളരെ വേഗം മരണപ്പെടുവാൻ ചെറിയ ഏതെങ്കിലും ഒരു പിൽസിലോ
ഏതെങ്കിലും ഒരു മെഡിസിനിലോ ജീവിതം അവസാനിപ്പിക്കാൻ കഴിയുമോ എന്ന് ആഗ്രഹിക്കുന്ന ദയാവധത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ്, ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ എനിക്ക് നിങ്ങൾക്ക് നന്നായിട്ടുള്ള ദൈവത്തിൻ്റെ ആത്മാവ്, അത് ദൈവം തിരിച്ചു വിളിക്കുമ്പോൾ മാത്രമാണ് അതിനെ നാം തിരിച്ചു കൊടുക്കുവാൻ ബാധ്യസ്ഥമായിട്ട് തീരുന്നത്. അതുകൊണ്ട് ജീവിപ്പിക്കുന്നതും ജീവൻ നൽകുന്നതുമായ ദൈവത്തിൻ്റെ ആത്മാവ്. നമ്മുടെ ഈ ആരാധനയുടെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ, അത് ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ നിങ്ങളും പ്രവർത്തിക്കുന്നതാണ് ഈ ആരാധനയുടെ രഹസ്യം എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കണം. അത് നമ്മളെ രഹസ്യമായി സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അദൃശ്യമായ ദൈവത്തിൻ്റെ കരങ്ങൾ എൻ്റെ നിങ്ങളുടെ മേൽ പതിക്കപ്പെടുകയാണ്. ഇന്ന് ജന്മദിന സ്തോത്രത്തിനും വിവാഹ വാർഷിക സ്തോത്ര ശുശ്രൂഷയ്ക്കും പ്രത്യേക അപേക്ഷകൾക്ക് മറുപടി ലഭിച്ചതിൻ്റെ സ്തോത്ര സൂചകമായിട്ടും അനേക പ്രിയപ്പെട്ടവർ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. കേവലം മനുഷ്യകൃമിയായ ഒരച്ഛൻ നിങ്ങളുടെ തലയിൽ കൈവച്ച് ബ്ലെസ് ചെയ്തു. എന്നാൽ ഒരു മനുഷ്യൻ്റെ കൈവപ്പല്ല അത്, അദൃശ്യമായ ദൈവത്തിൻ്റെ കൈവപ്പാണ് അവിടെ ലഭിച്ചത് എന്നുള്ളത് ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ വിളമ്പുന്ന അപ്പവീഞ്ഞുകളെന്ന് പറയുന്നത് അത് ഭൗതികമായ വസ്തുവാണ്. എന്നാൽ അതിനെ കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി രൂപാന്തരപ്പെടുത്തുന്നത്, ആ കൂട്ടായ്മയുടെ വലിയ രൂപാന്തരം നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അടയാളമാണ് എന്നുള്ളത് ഓർക്കണം. അതുകൊണ്ടാണ് അച്ഛൻ അപ്പവീഞ്ഞുകൾ എടുത്തിട്ട് പറയും, ഈ അപ്പം നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ തിരുശരീരമായിരിക്കാൻ പരിശുദ്ധ റൂഹ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഈ കാസായിലുള്ള വീഞ്ഞ് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ തിരുരക്തമായിരിക്കാൻ പരിശുദ്ധ റൂഹ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ട അപ്പവീഞ്ഞുകൾ നമുക്ക് ലഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുള്ളത് കൊണ്ടാണ് തിരുസഭ ഈ ശുശ്രൂഷ നിർവഹിക്കുന്നത് എന്നുള്ളത് കാര്യം ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് ദൈവത്തോടുള്ള ആരാധന, ദൈവത്തോടുള്ള നമ്മുടെ ഭക്തി, ദൈവത്തോടുള്ള നമ്മുടെ സാന്നിധ്യം, അത് നമുക്ക് ഫീൽ ചെയ്യുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. അത് ജീവശ്വാസം എന്നിലും നിങ്ങളിലും പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, സർവശക്തൻ്റെ ശ്വാസം മനുഷ്യന് സർവശക്തൻ്റെ ശ്വാസം മനുഷ്യന് വിവേകം നൽകുന്നു. സർവശക്തൻ്റെ ശ്വാസം മനുഷ്യന് വിവേകം നൽകുന്നു. കഴിഞ്ഞ ദിവസം അപകടത്തിൽ കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ട ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹത്തിന് 2 ജീവിതമുണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിലൂടെയൊക്കെ കേൾക്കുവാൻ സാധിച്ചു. ഇന്നലെ ആ ശവസംസ്കാര ശുശ്രൂഷ അവസാന ഭാഗത്ത് എനിക്കും നമ്മുടെ രാജസാറിനും പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചു. എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ചെന്നത്. അപ്പോൾ ഞങ്ങൾ പറയുകയായിരുന്നു, ഒരു മനുഷ്യൻ ഒരു ദൈവികനായി ജീവിക്കുമ്പോൾ എത്ര രാജകീയമായ യാത്രയപ്പാണ് ലഭിക്കുന്നത്. മനുഷ്യൻ മനുഷ്യനായി ജീവിപ്പാനായിട്ട് സാധിക്കണം. വെറിക്കൂത്തിലും മദ്യപാനത്തിലും ഫോഷ്കിലും ജീവിക്കുന്നതായിട്ടുള്ള ഒരു ജീവിതം, അതുകൊണ്ട് ദൈവഭാഗത്തേക്ക് വന്ന ഒരു ദൈവമനുഷ്യനായി ദൈവപുരുഷനായി സുവിശേഷ കോളത്തിൽ പ്രവർത്തിക്കുമ്പോൾ എത്ര മാന്യതയും അംഗീകാരമാണ് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സർവശക്തൻ്റെ ശ്വാസം മനുഷ്യന് വിവേകം നൽകുന്നു. അതുകൊണ്ട് വിവേകം നമുക്ക് സ്വീകരിപ്പാനും വിവേകത്തിന് വിരുദ്ധമായി പ്രവർത്തിപ്പാനും സാധിക്കും. ശൗൽ ദൈവഹിതം വ്യതിചലിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ശൗലിൽ നിന്ന് വിട്ടുമാറി ശൗൽ ശവിക്കപ്പെട്ടവനായി മാറി. പിന്നീട് ദാവീദ് അവിടെ രാജാധികാരത്തിൽ വന്നു. ദാവീദ് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്, അതാണ് 51-ാം സങ്കീർത്തനം. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് തരണമേ, സ്ഥിരമുള്ള ആത്മാവിനെ എനിക്ക് എൻ്റെ ഉള്ളിൽ പുതുക്കണമേ, നിൻ്റെ സന്നിധിയിൽ തന്നെ തള്ളിക്കളയരുതേ, നിൻ്റെ വിശ്രൂഹായെ എന്നു എടുക്കുകയും അരുതേ എന്നുള്ളത് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും നമ്മുടെ എല്ലാ ആരാധനകളിലും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു പാപമോചന പ്രാർത്ഥനയാണ് 51-ാം സങ്കീർത്തനം. നമ്മൾ ദേവാലയത്തിൽ വരുമ്പോൾ സംഭാഷണം ദൈവത്തോടു കൂടി മാത്രമാണ്. ആ ഒരു വിവേകം നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോഴാണ്. അടുത്തിരിക്കുന്ന ആളുകൾ മറ്റുള്ളവരോട് വർത്തമാനം പറയുവാൻ ഉപയോഗിക്കുമ്പോൾ അത് ആത്മാവിൻ്റെ പ്രവർത്തനമല്ല. ആരാധനാലയത്തിൽ വരുമ്പോൾ ദൈവത്തോടല്ലാതെ എന്തെങ്കിലും സംസാരങ്ങളുണ്ടായാൽ അത് ആരാധനയുടെ അനുഭവമല്ല എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കണം. അത് ആരാധനാലയങ്ങളെ അലക്ഷ്യമാക്കി തീർക്കുകയാണ്. ആരാധനാലയങ്ങളെ വിശുദ്ധിയിൽ നിലനിൽക്കാനായിട്ട് ഇടവരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനമാണ് എന്നുള്ളത് ഒരിക്കലും മറന്നു പോകരുത്. അത് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുകയാണ്. നമ്മൾ ദൈവത്തെയും കൊണ്ടാണ് ദേവാലയത്തിൽ വരുന്നത്. ദൈവത്തെയും കൊണ്ടുവരുന്നവർക്ക് മാത്രമേ ദൈവത്തെ കണ്ടേച്ച് പോകുവാൻ സാധിക്കത്തുള്ളൂ. യു ആർ ദി ടെമ്പിൾ ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്.
നമ്മളിൽ ദൈവം വസിപ്പാനായിട്ട് സാധിക്കണം. ഓരോ ആരാധനയും അതിനുള്ള മുഖാന്തരമായി തീരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. രണ്ടാമത്, സമാധാനം നൽകുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. കർത്താവിൻ്റെ ക്രൂശീകരണം നടന്നപ്പോൾ ശിഷ്യന്മാരുടെ ഇടയിലുണ്ടായ ഒരു മഹത്തായ ഒരു അനുഭവമാണ്. അവർ ഓടി ഒളിച്ച് മുറിക്കകത്ത് കതകടച്ച് ഇരുന്നു. ഇക്കൊള്ളിയാഴ്ചത്തെ നമ്മുടെ 1-ാം ഭാഗം പ്രാർത്ഥനയിൽ, സദറ പ്രാർത്ഥനയിൽ ശിഷ്യന്മാരെന്തൊക്കെ ചെയ്തെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. പത്രോസേ, നീ എന്തിനു തള്ളി പറയുന്നു? യോഹന്നാനെ, നീ എവിടേക്ക് വിളിക്കുന്നു? അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം എന്താണ്? നാഥൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടപ്പോൾ, നാഥൻ്റെ പ്രസൻസ് നഷ്ടപ്പെട്ടു പോയപ്പോൾ, യജമാനൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയപ്പോൾ ശിഷ്യന്മാരുടെ ഇടയിൽ വലിയ പരിഭ്രമമുണ്ടായി. ഞങ്ങൾക്കും ഇതുപോലുള്ള ഗതി വരുമോ എന്ന് പേടിച്ച് അവർ മുറിക്കകത്ത് കതകടച്ചിരിക്കുകയാണ്. ആ മുറിക്കകത്ത് കതകടച്ചിരുന്നപ്പോഴാണ് സാക്ഷാൽ ഉയർത്തുന്നേറ്റ യേശു ക്രിസ്തു ആണിപ്പഴുതോടുകൂടി അവരുടെ ഇടയിൽ പ്രത്യക്ഷമായി. 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ അത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണ് ആ വാക്ക്? നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അങ്ങനെ എത്ര പ്രാവശ്യം പറഞ്ഞു? ഈ വായിച്ച തിരുവചന ഭാഗത്ത് എത്ര പ്രാവശ്യം പറഞ്ഞു? എത്ര പ്രാവശ്യം പറഞ്ഞു? 3, 2, 2 പ്രാവശ്യം വായിച്ച ഭാഗത്ത് മാത്രം പറഞ്ഞിട്ടുണ്ട്. 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ 2 പ്രാവശ്യം പറയുന്നുണ്ട് നിങ്ങൾക്ക് സമാധാനം. അങ്ങനെ പറഞ്ഞപ്പോൾ ശിഷ്യന്മാർക്കുണ്ടായ വ്യത്യാസം എന്താണ്? അവരുടെ ഭയം മാറി. ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന അനേക പ്രിയപ്പെട്ടവർ, നിങ്ങൾ പല വിഷയങ്ങളുമായിട്ടാണ് വരുന്നത്. ഞാൻ ഇടയ്ക്ക് 1-2 പ്രസംഗത്തിൽ അത് സൂചിപ്പിക്കുകയുണ്ടായി. നിങ്ങളെല്ലാവരെയും നോക്കിക്കൊണ്ട് ആ കാർമികൻ പറയുന്നൊരു വാചകമുണ്ട്: സമാധാനം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. വേർപാടിൻ്റെ വേദനയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് വന്നിട്ടുണ്ട്. മാതാപിതാക്കളുടെ മരണത്തിൽ ഉള്ളെന്നുണ്ട് വന്നിരിക്കുന്നവരുണ്ട്. അകാലത്തിൽ വേർപെട്ടു പോയ ഒരുപക്ഷെ 1 വർഷം മുമ്പാകാം, 2 വർഷം മുമ്പാകാം, 5 വർഷങ്ങൾ മുമ്പാകാം, 10 വർഷം മുമ്പാകാം. അകാലത്തിൽ വേർപെട്ടു പോയ മകനെയോ മകളെയോ ഓർത്ത് ഇപ്പോഴും ദുഃഖതുല്യമായി ദേവാലയത്തിൽ വരുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം നോക്കിക്കൊണ്ടാണ് കാർമിയൻ പറയുന്നത്: നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ആ സമാധാനം ലഭിക്കാനല്ലെങ്കിൽ ഈ ആരാധനയ്ക്ക് നമ്മൾ വന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ വിശുദ്ധ കുർബാനയിലെ അച്ഛൻ പല പ്രാവശ്യം കൈയുയർത്തി പറയുന്ന വാചകം: നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. അത് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ശിഷ്യന്മാർക്ക് ധൈര്യം നൽകിയ ഏറ്റവും വലിയ ഒരു വാക്യമാണിത്. അതിനേക്കാൾ പ്രസക്തമായൊരു വാക്യമില്ല. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. ഈ ആരാധനയുടെ തത്വം തന്നെ അതാണ്. ഭയത്തോടും ആശങ്കയോടും വിറയലോടും പേടിപ്പെടുത്തുന്ന അനുഭവത്തോടും ടെൻഷനോടും കൂടി വരുന്ന ആളുകളുടെ മുമ്പിലുള്ള വാതിലുകൾ തുറക്കപ്പെടാൻ കഴിയണം. ഇന്ന് ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അടയ്ക്കപ്പെട്ടതായിട്ടുള്ള വാതിലുകളിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരുപക്ഷെ നിരാശയുടെ വാതിലുകൾ, ഭയപ്പാടിൻ്റെ വാതിലുകൾ, വേദനയുടെ വേർപാടിൻ്റെയും വാതിലുകൾ, ആ വാതിലുകൾ തുറന്ന് ആണിപ്പഴുതോടുകൂടി കർത്താവ് നമ്മുടെ ഇടയിലേക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത്, അദൃശ്യമായ ദൈവത്തിൻ്റെ കരങ്ങൾ എന്നെയും നിങ്ങളെയും ഇന്ന് ടച്ച് ചെയ്യുകയാണ്. ആ ഫീലിംഗ് ഉണ്ടോ? അതോ നേരം പോക്കിന് വേണ്ടിയാണോ നമ്മൾ ആരാധനയ്ക്ക് വരുന്നത്? എല്ലാവരും അമ്മിക്കല്ലിന് കാറ്റ് പിടിച്ചോലിരിക്കുകയാണ്. അവിടെ നമുക്കൊരു പാട്ട് പാടാം. എല്ലാവരും കൈയടിച്ച് പാടുവാൻ ശ്രമിക്കണം. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കർത്തനവൻ എത്ര ആമീൻ. നിന്റെ രോഗങ്ങൾ മാറിപ്പോകട്ടെ. നിന്നെ ഭയപ്പെടുത്തുന്ന ആശങ്കകളുടെ അനുഭവങ്ങൾ മാറിപ്പോകട്ടെ. ആവശ്യങ്ങളെല്ലാം അടുത്ത സഹായകന്ത എൻ്റെ ആവശ്യങ്ങളെയാമഹിടുന്ന ഏറ്റവും അടുത്ത സഹായകന്ത ദൈവകൃപ ആമീൻ ആശ്രയിച്ച് അവൻ വഴികളെ ആമീൻ ആമീൻ അനുഗമിച്ചിടും
നുടെ ചുവടുകളെ അനുഗമിച്ചിടും. ഈകലോകമോധാരി ആമീൻ മനസാം ഈകലോകമോ താരികൾ ഓരോ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമൻ എനിക്ക്. എൻ്റെ യേശുവിൻ്റെ സന്നിധിയിൽ എന്നും ആനന്ദമൻ. അപ്പം ഈ ലോകത്തിലെ സുഖസൗകര്യങ്ങളൊന്നും നമുക്ക് എന്തോ നൽകത്തില്ലെന്ന് നമ്മൾ പാടിയത്, നമുക്ക് സമാധാനം തരത്തില്ല. ഈ ലോകത്തിൽ ഞാനും നിങ്ങളും എത്ര സമ്പത്തുകൾ നേടിയാലും, വീടിൻ്റെ വലിപ്പം കൂട്ടിയാലും, ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളുടെ ആ പറ്റീടിൻ്റെ പ്രമാണത്തിൻ്റെ വലിപ്പം കൂടിയാലും ഒരിക്കലും നമുക്ക് സമാധാനം ലഭിക്കുകയില്ല. അതുകൊണ്ട് സമാധാനം ദൈവത്തിൽ നിന്ന് മാത്രമാണ് ലഭിക്കുന്നത്. അത് കർത്താവ് പറഞ്ഞ സമാധാനമാണ്. അതുകൊണ്ട് നമുക്കൊന്നുകൂടെ കൈയടിച്ച് പാടാം. ഇഹലോകമോ തരികൾ ഓരോ സുഖവുമാന ഗ്ലോറി ആമീൻ. ഓം ഈകാലോകമോ തരികൾ ഓരോ സുഖവും ഓം എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ ആനന്ദ എനിക്ക്. എൻ്റെ യേശുവിൻ്റെ സന്നിധിയിൽ എന്നും ആനന്ദമുണ്ട് എനിക്ക്. ദൈവകൃപയിൽ ഞാൻ അവൻ വഴികളെ അറിഞ്ഞ് അനുഗമിച്ചിടെ ചുവടുകളെ അനുഗമിച്ച് ഭീതി അകറ്റിയ യേശുവിൻ്റെ സാന്നിധ്യം, ഭയാശങ്കകളെ മാറ്റുവാൻ കഴിയുന്ന യേശുവിൻ്റെ സാന്നിധ്യം, അത് ആണിപ്പഴുതുള്ള യേശു കർത്താവിൻ്റെ കരങ്ങളിലും കാലുകളിലും വിലാപ്പുറവും കാണിക്കുന്നതിലാണ് ആ ഭീതി അകറ്റപ്പെടുന്നത്. എന്തുകൊണ്ടാണ് യേശു കർത്താവ് ആ രീതിയിൽ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത് എന്ന് നമുക്ക് ചോദിച്ചേക്കാം. ആ കാലത്തിലെ യഹൂദന്മാരുടെ ഇടയിൽ നിലനിന്ന ഏറ്റവും വലിയ ഒരു സംശയമാണ് യേശുവിൻ്റെ ബോഡി ആരെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടോ എന്നുള്ള പേടി. അത് നമ്മൾ വേദപുസ്തകത്തിൽ തന്നെ വായിക്കുന്നുണ്ട്. ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്ന കുറച്ച് ആളുകൾ. അതുകൊണ്ട് അങ്ങനെയുള്ള സംശയങ്ങളുടെ നിവാരണം കൂടിയാണെന്ത് ആണിപ്പഴുതുള്ള യേശുവിൻ്റെ കരങ്ങൾ. ആ വിലാപ്പുറത്ത് കുന്തം കുത്തിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മരണഹേതുവായിട്ട് മാറും. ആ വിലാപ്പുറവും ആണിപ്പഴുതും ശിഷ്യന്മാരെ കാണിച്ചുകൊണ്ടാണ് തോമസ് ലീഹായോട് പറയുന്നത്, എൻ്റെ വിലാപ്പുറത്ത് നീ കൈയിടുക, എൻ്റെ ആണിപ്പഴുതിൽ നീ കൈയിടുക. താഴോട്ടുള്ള ഭാഗത്ത് അത് നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് മുറിക്കപ്പെട്ട യേശു കർത്താവിൻ്റെ ആ ശരീരമാണ് നമ്മുടെ ജീവിതത്തിൽ ധൈര്യവും പ്രത്യാശയും നൽകുന്നത്. മദർ തെരേസ തൻ്റെ ശുശ്രൂഷാമത്തിൽ പ്രസംഗിക്കുന്ന പ്രസക്തമായ ഒരു പ്രസംഗവാക്യമുണ്ട്. വിശുദ്ധ കുർബാനയിൽ വിളമ്പുന്ന ഒരു തുണ്ട് അപ്പത്തിൽ ഞാൻ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരം, ആ ക്രൂശിത രൂപം ഞാൻ കാണുകയാണ്. ഞാൻ പറഞ്ഞ വാക്കൊന്നുകൂടെ പറയാം. വിശുദ്ധ കുർബാനയിൽ വിളമ്പുന്ന ഒരു തുണ്ട് അപ്പത്തിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിത രൂപം ഞാൻ കാണുകയാണ്. എളമ്പൽ ജെറുസലേം മാർത്തോമാ പള്ളിയിൽ നാളുകളായി പ്രാർത്ഥനയ്ക്കിരിക്കുന്ന ദൈവജനമേ, ദേവാലയത്തിന് വേണ്ടി അധ്വാനിച്ച മാതാപിതാക്കളുടെ സന്താന പരമ്പരകളെ, ഇന്ന് ഭൗതികമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങളിലും സൗകര്യങ്ങളിലും നമ്മൾ ഇരിക്കുകയാണ്. എന്നാൽ 150 വർഷങ്ങൾക്ക് മുമ്പ് നമുക്കൊരു പാരമ്പര്യവും പറയുവാനില്ലായിരുന്നു. നല്ല ഭക്ഷണം, നല്ല വസ്ത്രധാരണം, നല്ല വഴികൾ, വാഹനം, ഇവയുടെയൊക്കെയും പരിമിതികളിൽ ജീവിച്ചു. എന്നാൽ നമ്മുടെ പിതാക്കന്മാരുടെയും മാതാക്കളുടെയും കണ്ണുനീരിൻ്റെയും
പ്രാർത്ഥനയുടെയും ഫലമായി അവർ കർത്താവിൻ്റെ വിലാപ്പുറവും കർത്താവിൻ്റെ ആണിപ്പഴുതും കണ്ടതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ തലമുറ ഇന്ന് ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ തിരുശരക്തങ്ങൾ നാം സ്വീകരിക്കുമ്പോൾ നമ്മുടെ കൈകളിലേക്ക് വയ്ക്കപ്പെടുന്ന ഒരു തുണ്ട് അപ്പത്തിൽ, നമ്മുടെ വായിലേക്ക് വയ്ക്കപ്പെടുന്ന ഒരു തുണ്ട് അപ്പത്തിൽ കർത്താവിൻ്റെ ക്രൂശ് രൂപം കാണുവാൻ സാധിക്കണം. ആമീൻ, പ്രൈസ് ദി ലോർഡ്. ആമീനൊക്കെ പറയുമ്പോൾ മർത്തമ്മക്കാർ ഒരുപാട് പേർക്ക് കോഴിയുടെ പേൻ കാലേ കൂടെ മേലോട്ട് കയറുന്ന ഒരു പ്രതീതിയാണ്. കോഴിപ്പേൻ കണ്ടിട്ടില്ലേ പഴയ കാലത്ത്? ഇന്നിപ്പോൾ അതങ്ങനെ കേൾക്കാൻ പോലില്ല, കോഴിയില്ലല്ലോ, പിന്നെ പേൻ. ഇന്നങ്ങനെയുള്ള അനുഭവമാണ്. എന്നാൽ നമ്മുടെ മാതാപിതാക്കൾ പരിമിതമായ സൗകര്യങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്തു. അതെവിടെ നിന്ന് ലഭിച്ച വിശ്വാസമാണെന്നറിയാമോ? യേശുവിൻ്റെ ക്രൂശ് രൂപത്തിലൂടെ ലഭിച്ച വിശ്വാസമാണ്. അതുകൊണ്ട് ഭീതിയെ അകറ്റുവാൻ, ഭയപ്പാടിനെ അകറ്റുവാൻ, ആശങ്കകളെ അകറ്റുവാൻ, സംശയങ്ങളെ അകറ്റിക്കളയുവാൻ, വേറുപാടിൻ്റെ അനുഭവങ്ങളെ അകറ്റിക്കളയുവാൻ കർത്താവിൻ്റെ ആണിപ്പഴുതുള്ള കരങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറയുന്നത്, ധൈര്യപ്പെടുക, സമാധാനം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നത്. ആ സമാധാനം ലഭിച്ചത് മാത്രമല്ല, അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നിയോഗത്തിനു വേണ്ടി, ഒരു പുതിയ നിയോഗത്തിനു വേണ്ടി നിയോഗിക്കപ്പെടുന്നതായിട്ടുള്ള ശിഷ്യന്മാർ. ഇന്ന് എനിക്ക് നിങ്ങൾക്കും ഒരു വലിയ നിയോഗം ലഭിച്ചിരിക്കുകയാണ്. തലമുറകളെ ദൈവബോധമുള്ളവരായി വളർത്തുക എന്നുള്ളതാണ്. ക്യാൻ വി മോട്ടിവേറ്റ് അവർ ജനറേഷൻ? നമ്മുടെ പിള്ളേർ എത്ര പേര് വേദോത്സവമായി പള്ളിയിൽ വരുന്നവരുണ്ട്? എത്ര പേര് വേദോത്സവം വായിക്കുന്നവരുണ്ട്? ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ എല്ലാ പ്രാർത്ഥനയിലും പോയി പറയാറുണ്ട്. വലിയൊരു ആത്മസംഘർഷം എന്നെ ഭരിക്കാറുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുവാൻ അറിയാമെങ്കിലും പ്രാർത്ഥിക്കുവാൻ മടിക്കുന്ന ധാരാളം ആളുകൾ, വേദപുസ്തകം തെറ്റുകൂടാതെ വായിക്കുവാൻ കഴിയുന്ന ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞു പോയിരിക്കുന്നു. അതുകൊണ്ട് ഈ ആഴ്ചയിൽ എല്ലാ പ്രാർത്ഥനയിലും ഞാൻ പോയി ഫോക്കസ് ചെയ്തു. കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. 5ാം ക്ലാസ്സിന് മേലോട്ടുള്ള കുഞ്ഞുങ്ങൾ, 5ാം ക്ലാസ്സിന് താഴോട്ടുള്ള കുഞ്ഞുങ്ങൾ, കൊച്ചു കൊച്ചു ശിശുക്കൾ, അവരൊക്കെയും പ്രാർത്ഥിക്കുന്നത് എനിക്കറിയാം. ഇംഗ്ലീഷിലും മലയാളത്തിലും പ്രാർത്ഥിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണം. അവരെ ദൈവബോധത്തിൽ വളർത്തണം. വേദപുസ്തകം എടുത്ത് വായിക്കുവാൻ പഠിപ്പിക്കണം. തെറ്റുകൂടാതെ വായിക്കാൻ പഠിപ്പിക്കണം. ഈ വേദപുസ്തകം തൊടുന്നത് നാണക്കേടാണെന്ന് ഒരിക്കലും നമ്മൾ പഠിപ്പിക്കരുത്. ഇത് വേദപുസ്തകത്തെ ചുമന്നാൽ നമ്മളെ ദൈവം എന്തോ ചെയ്യും? ചുമക്കും. വേദപുസ്തകം ചുമന്നാൽ ദൈവം നമ്മളെ ചുമക്കും. ചുമക്കാനൊക്കാത്തൊരു കാലഘട്ടം നമ്മുടെ ഇടയിലേക്ക് വരുവാൻ പോവുകയാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ചുമക്കാനൊക്കാത്ത, ആർക്കും പ്രവചിച്ചുകൂടാൻ സാധിക്കാത്ത, ആർക്കും വിവേചിക്കുവാൻ സാധിക്കാത്ത ഒരു ദിവസം നമ്മുടെ ഇടയിലേക്ക് വരുവാൻ പോകുകയാണ്. അതുകൊണ്ട് ദേവാലയത്തിൽ വരുമ്പോൾ വേദപുസ്തകമായി വരുവാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഇപ്പം എല്ലാവരും വാഹനത്തിലാണല്ലോ വരുന്നത്. ഇത് പിടിച്ചുകൊണ്ട് കിലോമീറ്റർ നടന്നു വരണ്ടല്ലോ. എന്നാൽ നമ്മൾ വാഹനത്തിൽ ഒരു ബൈബിൾ കൊണ്ടുവരണം. ഇന്ന് വൈകിട്ട് ഇവിടെ കൂടുമ്പോൾ 30ഓളം കുഞ്ഞുങ്ങൾ ആദ്യ കുർബാനയ്ക്കുണ്ട്. ആ കുഞ്ഞുങ്ങളോടെല്ലാം ഞാൻ പറയും, ആദ്യ കുർബാനയിൽ തിരുമേനിയുടെ പക്കൽ നിന്ന് നിങ്ങൾക്കൊരു ബൈബിൾ ലഭിക്കും. ആ ബൈബിൾ എല്ലാ ദിവസവും കൊണ്ടുവരുവാൻ വേണ്ടിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. എളപ്പപ്പള്ളിയിൽ എത്രയോ നാളുകളുണ്ട് കുർബാന കൈക്കൊണ്ട് ആളുകളാണ് ഇവിടെയുള്ളവർ. ആ കുർബാന കൈക്കൊണ്ട് വേദപുസ്തകം സ്വീകരിച്ചവർ എത്ര പേര് ആ വേദപുസ്തകമായി ദേവാലയത്തിൽ വരുന്നുണ്ടെന്നുള്ള ഒരു വലിയ വെല്ലുവിളി ഇന്ന് ഞാൻ ചോദിക്കുകയാണ്. നമ്മുടെ അധ്യാപകരും കുഞ്ഞുങ്ങളെല്ലാം വേദപുസ്തകം കൊണ്ടുവരുന്നുണ്ട്. അതവർ കൃത്യസമയത്ത് വേദപുസ്തകമായിട്ട് വരുന്നുണ്ട്. അതേ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നാൽ നമ്മുടെ തലമുറകളെ ദൈവബോധമുള്ളവരായിട്ട് വളർത്തുവാൻ സാധിക്കണം. ക്യാൻ വി മോട്ടിവേറ്റ് അവർ ജനറേഷൻ? ഒരു വലിയ നിയോഗം എന്നെയും നിങ്ങളെയും ഇന്ന് പൽക്കാലം ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ നിയോഗത്തിൽ നിന്ന് വ്യതിചലിക്കുവാൻ ഒരിക്കലും ഇടവരരുത്. യേശു കർത്താവിൻ്റെ ആണിപ്പഴുതിലും വിലാപ്പുറത്തിലും അത് ശിഷ്യന്മാരെ കാണിക്കുന്നത് ആ ഒരു അനുഭവത്തിലാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ നിങ്ങളുടെയും ഭയാശങ്കകളെ മാറ്റിക്കളയുവാൻ ദൈവത്തിന് സാധിക്കും. നമ്മുടെ സംശയത്തെ മാറ്റിക്കളയുവാൻ ദൈവത്തിന് സാധിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പ്രാർത്ഥനയിൽ അനുശോചന പ്രാർത്ഥനയിൽ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പലവിധമായ ഭയാശങ്കകളുടെ കല്ലുകൾ എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിലുണ്ട്. ഇതാരുരുട്ടി മാറ്റുമെന്ന് വിചാരിച്ച് ആശങ്കയോടെ പ്രാർത്ഥനയിലും ദേവാലയത്തിലും വരുമ്പോഴാണ് ഇതാ ഒറ്റപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ആരാധനകളിൽ
സംശയത്തിൻ്റെ കല്ലുകൾ, പ്രയാസങ്ങളുടെ കല്ലുകളെ, ഭീതിയുടെ കല്ലുകളെ, രോഗത്തിൻ്റെ കല്ലുകളെ, നാളുകളായി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുടെ സംശയത്തിൻ്റെ കല്ലുകളെ മാറ്റിക്കളയുവാൻ ദൈവത്തിന് സാധിക്കും. അതിനുള്ള ഒരു അനുഭവമായി നമ്മുടെ ആരാധന മാറുവാൻ സാധിക്കണം. നമുക്ക് തലകളെ വണക്കാം. ഇന്ന് പ്രാർത്ഥിക്കുന്നവർ മൈക്ക് ഉപയോഗിച്ച് പ്രാർത്ഥിക്കണം. എല്ലാ പ്രാർത്ഥനയും മൈക്ക് ഉപയോഗിച്ച് വേണം പ്രാർത്ഥിക്കുവാൻ. കുട്ടികളോട് ചോദിച്ചാൽ മതി, അവർ മൈക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നിരുന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന തേനവൻ, എത്ര